നമസ്കാരം, സ്വാദിഷ്ടിലേക്ക് സ്വാഗതം. നാടൻ ബീഫ് കറി തയ്യാറാക്കുന്ന വിധം കാണാം. അതിനായി എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീഫാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓണാക്കി അടച്ചു വെച്ച് വേവിക്കുക. ആവി വന്ന് വെയിറ്റ് ഇട്ട ശേഷം ഒരു വിസിലിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം വേവിക്കുക. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് മാറ്റി വെച്ചതിന് ശേഷം മസാല തയ്യാറാക്കാം. കടായി വെച്ച് ചൂടായതിന് ശേഷം 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു മുറി തേങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തേങ്ങ ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടിയതിന് ശേഷം 25 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 20 അല്ലി വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചതച്ചാണ് ഇത് വിട്ടു കൊടുക്കാം. ഇതൊരു മീഡിയം ബ്രൗൺ കളർ ആയതിനു ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്തതിന് ശേഷം നന്നായി വഴറ്റുക. ഇതിപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, ചെറിയൊരു കഷ്ണം കായം മുറിച്ചത് എന്നിവ ചേർത്തതിന് ശേഷം പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക. കായ കട്ടയില്ലാത്തവർക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിലിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് നേരം വേവിക്കുക. ഇതിപ്പോൾ 20 മിനിറ്റ് ആയി. സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വെക്കാം. കുക്കർ ഒന്ന് തണുത്തതിന് ശേഷം കടുക് വറുത്തൊഴിക്കാം. കടായി വെച്ച് കടുക് വറുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിയതിന് ശേഷം 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഉള്ളി മൂത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇത് കറിയിലേക്ക് ചേർക്കാം. ഇത് നന്നായി യോജിപ്പിക്കുക. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.